ഇതുവരെ കണ്ടത് വെച്ച് ഇതുവരെ ഞാനിപ്പോൾ 4ാമത്തെ സിനിമ, ഇന്നലെ 3 സിനിമ കണ്ടു, ഇപ്പോൾ കണ്ടത് വെച്ച് 4ാമത്തെ സിനിമയാണ്. ഇതുവരെ കണ്ടത് വെച്ച് ഏറ്റവും നല്ലതായി തോന്നിയത് ഈ സിനിമയായിരുന്നു. അപ്പോൾ നല്ല ക്യാമറ വർക്കാണ്, ബ്രില്യൻ മൂവി എന്ന് തന്നെ പറയാം. നല്ല ലാൻഡ്സ്കേപ്പാണ്, നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. നല്ല മൂവി, ഒരുപാട് നല്ല മൂവി. അത് വളരെ നല്ലൊരു മൂവിയാണ്. ഈ മൂവിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ തുടക്കം തൊട്ടേ ഒരു പ്രത്യേക ഒരു അവസ്ഥയിലുള്ളൊരു സംഭവമാണ്. പിന്നെ ഇടയ്ക്കൊരു ലാഗ് പോലെ വന്നു, കുറച്ച് ആൾക്കാർ ഇറങ്ങിപ്പോയി. പക്ഷേ അവസാനം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്ന ഒരു അവസ്ഥയിലോട്ടല്ല വന്നത്. കാരണം അതിനകത്തൊരു മന്ദബുദ്ധി പോലെ ഒരു കൊച്ചുണ്ട്. ആ കൊച്ചിനെയൊക്കെ നമ്മൾ അതിൻ്റെ അവസാനം വാതിലിൻ്റെ ഉള്ളിൽ വീടിനുള്ളിൽ പൂട്ടിയിട്ട് പോകുന്നൊരു സീനൊക്കെ ഉണ്ട്. നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലല്ല അതിൻ്റെ എൻഡിങ്. ആ കുട്ടിയാണ് അവന് അവസാനം ആ ഒരു സംഭവത്തിന് ഒരു വഴികാട്ടിയായത്. അതായത് ഒരിക്കലും അതിനകത്ത് പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളൊരു ബുദ്ധിമാനം സംഭവിച്ച ആളെ പോലും നമ്മൾ മാറ്റി നിർത്തരുത്, നമ്മൾ ഉള്ളിലോട്ട് കൊണ്ടുവരണം എന്നുള്ള ആ ഒരു തീം ഭയങ്കരമായിട്ട് ആ ഒരു ക്ലൈമാക്സ് അത് ഒരിക്കലും മറക്കാൻ പറ്റുന്ന ഒരു സംഭവം അല്ല. അത് വളരെ നല്ലൊരു മൂവിയാണ്. ഇതുവരെ കണ്ട സിനിമകൾ സാധാരണ അതിനേക്കാളും നിലവാരം ഉള്ളതെന്ന് തോന്നുന്നു. കാരണം ഒരു ട്രെൻഡ് അനുസരിച്ച് നല്ല സിനിമകൾ ഇനിയും വരും എന്നാണ് തോന്നുന്നത്. സാധാരണ ആദ്യത്തെ ദിവസത്തിൽ കാണുന്നത് അത്ര നിലവാരമില്ലാത്ത സിനിമകളായിരിക്കും. കാരണം കഴിഞ്ഞിട്ടിരിക്കുന്ന സിനിമകളൊക്കെ ആദ്യ ദിവസം സ്ക്രീൻ ചെയ്യുന്നത്. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയല്ല. ഫസ്റ്റ് ദിവസം ആദ്യം കണ്ട 2 സിനിമകളും അധികം പേര് സിനിമകളാണ്. ഇൻഡിവിസിബിളും ഏഞ്ചലും, രണ്ടും ഗംഭീര പടങ്ങളായിരുന്നു. പിന്നീട് ഇന്നലത്തെ ഉദ്ഘാടന ചിത്രം കണ്ടിരുന്നു. ഉദ്ഘാടന ചിത്രത്തിനോട് 2 അഭിപ്രായമുണ്ട്. ഒരു ഉദ്ഘാടന ചിത്രമാക്കാനും മാത്രമുള്ള സിനിമയാണോ? കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഈ പലായനം ബേസ് ചെയ്തിട്ടുള്ള സിനിമകളുടെയൊക്കെ ഒരു വേർഷൻ തന്നെയായിരുന്നു. അല്ല അതിൽ കൂടുതലായിട്ടൊന്നും അതിനകത്തൊന്നും പറയാനുണ്ടായിരുന്നില്ല ആ സിനിമയ്ക്ക്. അതായിരുന്നു ഉദ്ഘാടന ചിത്രത്തിൻ്റെ ഒരു സംഭവം. അല്ലാതെ പിന്നെ ഇന്ന് രാവിലെ കണ്ട ഒരു എന്താണ് ഓർഡിനറി പീപ്പിൾ എന്ന് പറയുന്നത്, അത് നല്ല പടമായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ കാണുന്ന പടങ്ങളൊക്കെ ഒരുവിധം ടച്ച് ചെയ്യുന്നുണ്ട്. ഒരു എബോവ് 50 മാർക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പടങ്ങളാണ് കാണുന്നത്. അല്ലാതെ
ഭയങ്കര പൊട്ടപ്പടങ്ങളൊന്നും ഇതുവരെയും കണ്ടില്ല. ഇറങ്ങിപ്പോവാൻ പ്രേരിപ്പിക്കുന്ന പടങ്ങളൊന്നും ഇതുവരെയും കണ്ടില്ല. അല്ല, അത് ഞാൻ ആ സെക്ഷനുകളൊന്നും ഇതുവരെ കണ്ടില്ല. ഇനിയിപ്പോൾ കാണാനിരിക്കുന്നേ ഉള്ളൂ. അത്തരത്തിലുള്ള ഒരു മാറ്റം നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ തുടങ്ങണം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഈ ജെൻഡർ ബയാസ്ഡ് എന്ന് പറയുമ്പോൾ പോലും ഇപ്പോൾ നമ്മളിവിടെ അടുത്ത് നടക്കുന്ന മാനവീയത്തിലെ പ്രശ്നം എടുത്താൽ പോലും മാനവീയത്തിൽ ഇത്രയും നമ്മൾ വളരെ വ്യാപകമായിട്ട് കലാപ്രവർത്തനങ്ങളും സാംസ്കാരിക പ്രവർത്തനം നടത്തുന്ന ഒരു ഇടത്ത് പോലും ഇപ്പോൾ അത് അവിടെ ഈ ട്രാൻസ്ജെൻഡറിനോ അല്ലെങ്കിൽ ഒരു ആണിനോ പെണ്ണിനോ പോലും വന്നിരിക്കാൻ പറ്റാത്തൊരവസ്ഥ സംജാതമായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിന് തൊട്ടടുത്ത് കിടക്കുന്ന ടാഗോറിൽ ഇത്തരത്തിലുള്ളൊരു മേളയിൽ ജെൻഡർ അങ്ങനെ ഒരു സെക്ഷനൊക്കെ ഉൾപ്പെടുത്തിയത് വളരെ നല്ല കാര്യം. പക്ഷേ അത് എത്രത്തോളം പൊതുജനങ്ങളിലേക്ക് എത്തുന്നുള്ളത്, ഇവിടെ വരുന്ന ഒരു സാംസ്കാരിക പ്രവർത്തകരും അല്ലെങ്കിൽ സിനിമാ പ്രവർത്തകരുടെയും ഇടയിലേക്ക് അത് എത്തുന്നുണ്ട്. ഓൾറെഡി അവരൊക്കെ അവൈഡാണ്. പക്ഷേ ഇതെങ്ങനെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാം എന്നുള്ളതിനെ കുറിച്ചുകൂടി ആലോചിക്കേണ്ടിയിരിക്കുന്നു. താങ്കളെപ്പോലുള്ളൊരു നാടക പ്രവർത്തകനെ സംബന്ധിച്ച് IFFK ഏത് തരത്തിലുള്ള ഒരു പാഠമാണ്? IFFK ഉറപ്പായിട്ടും എൻ്റെ 12ാമത്തെ വർഷമാണ് ഈ IFFK. തീർച്ചയായും എൻ്റെ ആസ്വാദന ശൈലിയെ അല്ലെങ്കിൽ കാഴ്ചശീലങ്ങളെ മാറ്റിമറിക്കുന്നതിൽ ഒക്കെ IFFK തന്നെയാണ് ഏറ്റവും വലിയ പങ്ക് വഹിച്ചത്. ഞാൻ മുന്നേ സിനിമയെ കണ്ടുകൊണ്ടിരുന്ന രീതിയിലോ അല്ലെങ്കിൽ ഞാനൊരു അഭിനേതാവാണ്, നാടക പ്രവർത്തനം എന്നുള്ളൊരു അഭിനേതാവാണ്. അപ്പം എൻ്റെ അഭിനയ ശൈലിയോ സങ്കല്പങ്ങളെയൊക്കെ മാറ്റിമറിച്ചത് IFFK തന്നെയാണ്. തീർച്ചയായും ഓരോ രാജ്യത്തിനും അതിൻ്റേതായ ശൈലികളുണ്ടെന്നും അതിൻ്റേതായ പാഠങ്ങളുണ്ടെന്നും ഒക്കെ പഠിച്ചത് ഇവിടെ നിന്ന് IFFK തന്നെയാണ്. അങ്ങനെ ഒരു വേറൊരു പ്ലാറ്റ്ഫോം നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും ഇല്ല. ഇപ്പോൾ യൂട്യൂബിൽ നിന്നൊക്കെ നമുക്ക് എടുക്കാമെന്ന് പറയാം. പക്ഷേ നമ്മൾ ഇരുന്ന് കാണും. ഇപ്പം പ്രാർത്ഥിക്കാൻ വേണ്ടി അമ്പലത്തിലോ പള്ളിയിലോ പോകുന്നത് പോലെ സിനിമ കാണാൻ വേണ്ടി IFFKയിൽ വരിക. നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ഒരു സീരിയസ്നെസ്സോടുകൂടി നമ്മളിരുന്ന് പടം കാണുമെന്ന് തോന്നുന്നില്ല. അത് തീർച്ചയായും IFFK സഹായിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാൽ ഇത്തവണ ഭിന്നലിംഗക്കാർക്ക് പ്രത്യേക സൗകര്യമൊരുക്കുകയും അവരെ മറ്റുള്ള എല്ലാ ഡെലിഗേറ്റ്സിനെയും പോലെ അവരെയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. നമുക്കത് ഇവരോട് തന്നെ നേരിട്ട് ചോദിക്കാം. നമസ്കാരം, എൻ്റെ പേര് അനന്യ. ഐ എം എ റേഡിയോ ജോക്കി കം ഫാഷൻ സ്റ്റൈലിസ്റ്റ് ആൻഡ് മേക്കപ്പ് ആർട്ടിസ്റ്റ്. എൻ്റെ പേര് നദാശ, ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു. എൻ്റെ പേര് ആയിഷ, ഞാൻ എറണാകുളം സ്വദേശിനിയാണ്, ഞാനൊരു ആർട്ടിസ്റ്റാണ്. ഇത്തവണ ഈ 21ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹം ഒരു കാലത്ത് മാറ്റി നിർത്തിയ ഒരു ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് പ്രത്യേക സൗകര്യം കൊണ്ടുവന്ന് അവരെ മറ്റുള്ളവരെ പോലെ തന്നെ ട്രീറ്റ് ചെയ്ത് അവരെ മുഖ്യധാരയിൽ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ഈ ഒരു ഉദ്യമത്തിന് എങ്ങനെ കാണും? ആദ്യം തന്നെ കേരള സർക്കാരിൻ്റെ കേരള സ്റ്റേറ്റ് ചലച്ചിത്ര അക്കാദമിക്ക് ഒരു ഗ്രേറ്റ് താങ്ക്സ് പറയുന്നു, എസ്പെഷ്യലി കമൽ സാറിന് ഫോർ ഹാവിങ് അസ് ഹിയർ. ബിക്കോസ് ഇതിന് മുൻപ് നടന്ന പല ചലച്ചിത്രമേളകൾക്കും എസ്പെഷ്യലി നമ്മുടെ കേരള ഇൻ്റർനാഷണൽ പോയിക്കോട്ടെ. ഫസ്റ്റ് ഓഫ് ഓൾ കമൽ സാറിനും കേരള സ്റ്റേറ്റ് ചലച്ചിത്ര അക്കാദമിക്ക് ഒരു ഗ്രേറ്റ് താങ്ക്സ് പറയുന്നു. കാരണം ഇതിന് മുൻപ് ഇവിടെ നടന്ന പല ചലച്ചിത്രമേളകൾക്കും കഴിഞ്ഞ 20 വർഷം നടന്നതിൽ പല വേദികളിലും ഞങ്ങൾ ഇതിന് പുറത്ത് നിന്ന് മാത്രമേ ഇത് കാണാനിവിടെ വരുന്ന ആൾക്കാരെ ഇതിൻ്റെ ഉള്ളിൽ വരാനും ഇവിടെ എന്താ നടക്കുന്നതിന് പല ഫിലിംസ് കാണാൻ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. ബട്ട് ദിസ് ദ ഫസ്റ്റ് ടൈം വി ആർ ഹിയർ. അതിനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ വളരെ ഹാപ്പിയാണ്. ബിക്കോസ് നമ്മളുടെ ഇടയിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് LGBTIQ കമ്മ്യൂണിറ്റീസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് മൂവീസ് ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അതിലുപരി നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന കുറേ ക്ലാസിക് മൂവീസ് കാണാൻ ഇവിടെ വന്നിട്ട് ചലച്ചിത്ര പ്രവർത്തകരുമായിട്ട് കൂടുതൽ അടുത്തിടപഴകാനായിട്ട് നമുക്കൊരു സ്പേസ് ഇവിടെ കിട്ടിയിരിക്കുകയാണ്. അതിലൊരുപാട് സന്തോഷമുണ്ട്. അതിലുപരി FB പേജിൽ IFFK 2016 FB പേജിൽ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ട് സ്പെഷ്യലി നമ്മൾ കണ്ട മൂവീസിനെ കുറിച്ചും ഇവിടുത്തെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരു സ്പെഷ്യൽ സ്പേസ് അവർ തന്നിട്ടുണ്ട് നമുക്ക് കമൻറ്റ്സ് എഴുതാൻ വേണ്ടിയിട്ട്. അതിലും ഒരുപാട് സന്തോഷമുണ്ട്. മെയിൽ ഫീമെയിൽ പോലെ തന്നെ ഞങ്ങൾ ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ ഒരു കോളം ആദ്യം ഒരു തേർഡ് ജെൻഡർ എന്ന് പ്ലാൻ ചെയ്തു, പക്ഷേ അത് ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ അതേഴ്സ് എന്ന് കോളമാക്കി ഞങ്ങളെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഓരോ വ്യക്തിക്കും അവരുടെ ജെൻഡർ ഐഡൻറ്റിറ്റിയിൽ വന്ന് ഇതുപോലത്തെ പൊതുവേദികളിൽ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്താനും അവർക്കുള്ള അവകാശം സിനിമ കാണാനും സിനിമ ആസ്വദിക്കാനും അവരുടെ കമൻറ്റ്സ് രേഖപ്പെടുത്താനും ഫ്രണ്ട്സുമായിട്ട് ഇടപഴകാനും ഒക്കെ ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. സ്വന്തം ഐഡൻറ്റിറ്റിയിൽ വന്ന് ചെയ്യാൻ മറ്റുള്ളവർക്ക് വേണ്ടിയും ഐഡൻറ്റിറ്റി മാറ്റാണ്ട് സ്വന്തം ഐഡൻറ്റിറ്റിയിൽ വന്ന് ഇതുപോലത്തെ ഒരു വേദിയുടെ ഭാഗമാകുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ഒരിക്കൽ കൂടി IFFK 2016 എല്ലാ ഭാരവാഹികൾക്കും ഞങ്ങളുടെ വക ഒരു ഗ്രേറ്റ് താങ്ക്സ്. ഇത്തവണ പ്രത്യേക ടോയ്ലറ്റ് സംവിധാനം ഒരുക്കുമെന്ന് ഒരു വാർത്ത കേട്ടിരുന്നു. അത്തരം സംവിധാനങ്ങൾ സിനിമയ്ക്ക് പുറമേയുള്ള മറ്റു ഫെസിലിറ്റികൾ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്? തീർച്ചയായിട്ടും. കാരണം മെയിൽ ഫീമെയിൽ പോലെ തന്നെ നമ്മൾ പലയിടത്ത് പോയാലും പുരുഷൻ സ്ത്രീ അല്ലെങ്കിൽ മെയിൽ ഫീമെയിലത്തെ ഒരു ടോയ്ലറ്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞങ്ങളിൽ പലർക്കും ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന പലർക്കും തന്നെ അവിടെ പോകുമ്പോൾ ഒരു ആശങ്കയാണ്, മെയിലിൽ കയറണോ ഫീമെയിലിൽ കയറണോ. കാരണം പബ്ലിക് അവരെ എങ്ങനെ നോക്കിക്കാണും, പബ്ലിക്കിൻ്റെ പ്രതികരണം എന്താണ്. പക്ഷേ ഇതുപോലത്തെ